ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡാർവിന്റെ പുസ്തകം അതിശയകരമാണ്. മാർക്സ് എംഗൽസിന് എഴുതിയ ഒരു കത്തിലും ഇതേ അതിശയം പങ്കുവെക്കുന്നു. ഇക്കഴിഞ്ഞ 2 ആഴ്ച ഞാൻ പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു. അവയിൽ ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നാം രൂപപ്പെടുത്തിയ ആശയങ്ങൾ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഡാർവിനിസവും മാർക്സിസവും തമ്മിലുള്ള ബന്ധം വളർന്നു. മാർക്സിസ്റ്റുകൾ പരിണാമ സിദ്ധാന്തത്തെ അവരുടെ ശാസ്ത്രീയമായ അടിസ്ഥാന ധാരണയായി സ്വാംശീകരിച്ചു. ഇത് ഡാർവിനിസത്തിന്റെ സ്വാധീനത്തിൽ പ്രചരിച്ചു. ഡാർവിന്റെയും മാർക്സിന്റെയും പുസ്തകങ്ങളുടെ ചിത്രങ്ങൾ അക്കാലത്തെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രഞ്ച് പ്രഷ്യൻ യുദ്ധം മാർക്സ് സ്വപ്നം കണ്ട വിപ്ലവത്തിന്റെ ആദ്യ പരീക്ഷണശാലയായി. ഫ്രാൻസ് പരാജയപ്പെട്ടു. രാജ്യഭരണം ഒരു അധികാരശൂന്യതയ്ക്ക് ഇടം നൽകിക്കൊണ്ട് അവസാനിച്ചു. മാർക്സിസ്റ്റുകൾ അവസരം മുതലെടുത്തു. മറ്റു ചെറുകിട സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ തലസ്ഥാനമായ പാരീസിൽ അവർ പ്രക്ഷോഭം തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളനുസരിച്ചുള്ള ഭരണ സംവിധാനമായ കമ്മ്യൂണിന് പ്രാരംഭം കുറിച്ചു. പുതിയ അധികാരത്തിന് കീഴിൽ പാരീസ് ഒരു ഭീകര നഗരമായി മാറി. പള്ളികളും സർക്കാർ മന്ദിരങ്ങളും തച്ചുടയ്ക്കപ്പെട്ടു. നിരവധി വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരാൽ അരുംകൊല ചെയ്യപ്പെട്ടു. നഗരങ്ങൾ ബാരിക്കേഡുകൾ കൊണ്ട് നിറഞ്ഞു. പിന്നീട് പാരീസ് നഗരത്തിലേക്ക് കടന്നുവന്ന സർക്കാർ സേന നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം കമ്മ്യൂണിനെ അടിച്ചമർത്തി. കമ്മ്യൂണിസത്തിന്റെ ആദ്യ പരീക്ഷണം 18,000 മൃതശരീരങ്ങൾ അവശേഷിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ ലോകം മുഴുവൻ വളരെ വേഗം പ്രചരിച്ചതെങ്ങനെ? പ്രസിദ്ധനായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിറ്റ്ഹോഫ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രകൃതിവാദികളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഡാർവിന്റെ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹം വേദി ഉപയോഗിച്ചു. ഈ സിദ്ധാന്തത്തെ കരുതിയിരിക്കുക, കാരണം നമ്മുടെ അയൽരാജ്യത്ത് ധാരാളം കെടുതികൾക്ക് കാരണമായ സിദ്ധാന്തവുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. വിറ്റ്ഹോഫ് ശരിയായിരുന്നു. പാശ്ചാത്യ ബുദ്ധിജീവികൾക്കിടയിൽ മാർക്സിസം വേഗത്തിൽ പ്രചരിക്കപ്പെട്ടതിൽ പരിണാമ സിദ്ധാന്തത്തിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ സിദ്ധാന്തമനുസരിച്ച് മനുഷ്യൻ മൃഗം എന്ന വർഗത്തിന് സമാനമാണെന്ന തത്വം അവതരിപ്പിക്കപ്പെട്ടു. വികാസത്തിന് കാരണം സംഘർഷമാണെന്ന് സമർത്ഥിക്കപ്പെട്ടു. മാത്രമല്ല, ഏറ്റവും പ്രധാനമായത് ഇത് സൃഷ്ടിയെ തള്ളിപ്പറഞ്ഞു എന്ന വസ്തുതയാണ്. ഈ 3 സുപ്രധാനമായ പിഴവുകൾ മാർക്സിസത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് റഷ്യയിലാണ്. ബോൾഷെവിക് ഭീകരത. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം റഷ്യ ഭരിച്ചിരുന്നത് സർ ഭരണകൂടമായിരുന്നു. ഏതായാലും വിപ്ലവകരമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വലിയ തോതിൽ തൊഴിലാളികളുടെ ഇടയിൽ അക്കാലത്ത് പ്രചരിച്ചു. സൈന്യത്തിന്റെ ഒരു വിഭാഗം പോലും ഈ തത്വശാസ്ത്രത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടു.
കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന്റെ റഷ്യയിലെ നായകൻ വ്ളാഡിമിർ ഇലിയച്ച് ലെനിൻ ആയിരുന്നു. ലെനിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന്റെ പേര് ബോൾഷെവിക് എന്നായിരുന്നു. അധികാരം പിടിച്ചടക്കുവാൻ ഒരു രക്തം പുരണ്ട വിപ്ലവം അത്യാവശ്യമാണെന്ന് ഇത് കരുതി. യഥാർത്ഥത്തിൽ വർഷങ്ങളായി അവർ നിയമവിരുദ്ധമായി ഇത് സംഘടിപ്പിച്ചു വരികയായിരുന്നെന്നും ഇതുവരെ അവർക്ക് അത് സാധിച്ചില്ലെന്നതും സത്യമായി അവശേഷിക്കുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന അവസരം അവർക്ക് കൈവന്നത് 1914 ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ്. ആ യുദ്ധമാണ് മനുഷ്യരാശി അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രക്തം പുരണ്ട സംഘർഷം. ഈ യുദ്ധത്തിൽ പങ്കാളികളായ ഒരു രാജ്യം 10 ദശലക്ഷം ജീവനുകളെ ബലികൊടുത്ത റഷ്യ ആയിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ 3 വർഷങ്ങളിൽ 2 ദശലക്ഷം പേരെ ബലികൊടുത്ത് തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയ റഷ്യ ഏറെ ദുരിതമനുഭവിച്ചു. യുദ്ധവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ റഷ്യയെ ഒരു വിപ്ലവത്തിലേക്ക് തള്ളിവിട്ടു. 1917 ഫെബ്രുവരിയിൽ തലസ്ഥാനമായ പെട്രോഗ്രാഡയിലെ സൈന്യത്തിന്റെ യൂണിറ്റുകൾ മാർച്ച് ചെയ്ത് നഗരം പിടിച്ചടക്കി. തന്റെ സൈന്യത്തിന്റെ മുൻനിരയിലിരുന്ന് സർ നിക്കോളാസ് രണ്ടാമൻ നഗരത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ തീവണ്ടി വിപ്ലവകാരികൾ തടഞ്ഞു. സർ നിക്കോളാസ് രണ്ടാമൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിപ്ലവകാരികളായ പട്ടാളക്കാർ സർ ഭരണകൂടത്തിന്റെ എല്ലാ മുദ്രകളും നശിപ്പിച്ചു. വിപ്ലവത്തിന്റെ അഭ്യുദയകാംക്ഷികൾ നഗരവീഥികളിൽ ആഘോഷിച്ചു. സർ ഭരണകൂടത്തിന്റെ തകർച്ച സന്തോഷകരമായ ദിനങ്ങൾ തങ്ങൾക്ക് കൊണ്ടുവരുമെന്ന് ഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിച്ചു. പക്ഷേ അവർക്ക് തെറ്റി. 1917 വിപ്ലവത്തിന് ബോൾഷെവിക്കുകളുടെ സംഭാവന നന്നേ കുറവായിരുന്നു. വിപ്ലവത്തിനു ശേഷം സംഘടിപ്പിക്കപ്പെട്ട പാർലമെന്റിൽ അവർക്ക് കിട്ടിയത് വളരെ കുറഞ്ഞ പ്രാതിനിധ്യമായിരുന്നു. പാശ്ചാത്യരോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ഡെമോക്രാറ്റ് ആയിരുന്ന കെറൻസ്കിയുടെ കൈകളിലേക്ക് അധികാരം മാറ്റപ്പെട്ടു. ആ കാലത്ത് ഒളിവിലായിരുന്ന ലെനിൻ തന്റെ അനുയായികളോട് പുതിയ സർക്കാരിന് ഒരിക്കലും പിന്തുണ നൽകരുതെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം ബോൾഷെവിക്കുകളെ പുതിയ വിപ്ലവത്തിന് തയ്യാറെടുപ്പിച്ചു പോന്നു. അങ്ങനെ 1917 ഒക്ടോബറിൽ ലെനിന്റെ ആയുധധാരികളായ സൈന്യം സർക്കാരിന്റെ സ്ഥിരാകേന്ദ്രമായ വിന്റർ കൊട്ടാരം ആക്രമിച്ചു. അവിടെ പ്രതിരോധിച്ച കാവൽക്കാരെ അവർ കൊല്ലുകയും ചരിത്രത്തിലെ ഏറ്റവും ലളിതമായ അട്ടിമറി നടത്തുകയും ചെയ്തു. ആശയ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സോവിയറ്റ് സിനിമകൾ ഈ സംഭവത്തെ ലെനിന്റെ വിഖ്യാതമായ പ്രസംഗങ്ങളുടെ ഫലമായി ഉണ്ടായ മഹാസമരമായി പർവ്വതീകരിച്ചു. യഥാർത്ഥത്തിൽ ആ കലാപത്തിൽ പങ്കെടുത്ത് കൊട്ടാരം